ഹായ് ഓൾ, വെൽക്കം ടു അവർ ന്യൂ ലൈവ് സെഷൻ. ഇപ്പൊ നമ്മള് എക്സാം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ലൈവ് സെഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് ലോ BCOC 133 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എക്സാം കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ലൈവ് സെഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു ബിസിനസ് ലോ എന്ന് പറയുന്ന പേപ്പർ നമുക്കറിയാം, നമ്മള് ഈ ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന സമയത്ത് അല്ലെ ഒരുപാട് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കോൺട്രാക്ട്സുകൾ എഗ്രിമെന്റ്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തല്ല ബിസിനസിന്റെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പേപ്പറിൽ നമുക്ക് മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ കുറച്ചധികം യൂണിറ്റ്സ് കാര്യങ്ങൾ നമുക്കതിൽ വരുന്നുണ്ട് അല്ലെ. അപ്പോൾ എല്ലാ യൂണിറ്റ്സും കവർ ചെയ്തുകൊണ്ട് നമുക്കതിൽ വരുന്ന ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ എല്ലാവരും ക്ലാസ് കേൾക്കാൻ റെഡി ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എക്സാമിന്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈവ് സെഷനിലൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്തായിരിക്കും ഈ ഒരു പേപ്പറിനെ കുറിച്ചൊരു ക്ലാരിറ്റി കാര്യങ്ങൾ കിട്ടും. ആൻഡ് ആ ഒരു കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയിട്ട് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ആവുക. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? Define contracts and discuss the essential elements of a valid contract with suitable examples ആണ് അല്ലെ. അപ്പൊ എന്താണ് കോൺട്രാക്ട്? എന്താണ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പൊ നിങ്ങൾ ചില എഗ്രിമെന്റ്സ് കാര്യങ്ങളിൽ കോൺട്രാക്ട് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ എന്താണ് കോൺട്രാക്ട്, അതിന്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 subsection H of the Indian Contract Act, contract is an agreement that is enforceable by law ആണ്. ലോ പ്രകാരം എൻഫോഴ്സ് ചെയ്തിട്ടുള്ള ആ ഒരു എഗ്രിമെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺട്രാക്ട് എന്ന് പറയാറുള്ളത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എവറി കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെന്റ് ബട്ട് ഓൺലി ദോസ് എഗ്രിമെന്റ് ദാറ്റ് ലോ റെക്കഗ്നൈസ് ആൻഡ് എൻഫോഴ്സ് ബിക്കം കോൺട്രാക്ട്സ് ആണ്. അപ്പൊ എല്ലാ കോൺട്രാക്ട് എന്ന് പറയുന്നതും ഒരു എഗ്രിമെന്റ്സ് ആണ് അല്ലെ. രണ്ടോ അതിൽ കൂടുതലോ പാർട്ടീസ് തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്സ് ആയിരിക്കും കോൺട്രാക്ട് എന്ന് പറയുന്നത്. പക്ഷെ എന്താണ്? ഓൺലി ദോസ് ദാറ്റ് ലോ റെക്കഗ്നൈസ് അല്ലെ, ലോ റെക്കഗ്നൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻഫോഴ്സബിൾ ബൈ ലോ ആവുന്ന എഗ്രിമെന്റ്സ് മാത്രമാണ് നമുക്ക് അതിനൊരു വാലിഡ് കോൺട്രാക്ട്സ് ആയിട്ട് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു സിമ്പിൾ മീനിങ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെന്റ് ദാറ്റ് ഈസ് എൻഫോഴ്സബിൾ ബൈ ലോ. ഓക്കെ, അപ്പൊ എന്താണ് കോൺട്രാക്ട് എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ആണ്. ആൻഡ് ദാറ്റ് എഗ്രിമെന്റ് ഈസ് എൻഫോഴ്സബിൾ ബൈ ലോ ആണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഒരു വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എന്തൊക്കെയാണ് ഒരു വാലിഡ് കോൺട്രാക്ടിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. എന്തൊക്കെയാണ്? അപ്പൊ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് ഒരു വാലിഡ് കോൺട്രാക്ടിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ആൻസർ അതാണ് ഇവിടെ പറയുന്നത്. പോയിന്റ്സുകൾ എന്തൊക്കെയാണ്? ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് പറയുന്നുണ്ട്. വൺ പാർട്ടി മസ്റ്റ് മേക്ക് ആൻ ഓഫർ ആൻഡ് അതർ പാർട്ടി മസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ് പ്രോപ്പർലി. അപ്പൊ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓഫർ വെക്കുകയാണ്. ആൻഡ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അതെന്ത് ചെയ്യുന്നുണ്ട്? അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ A ആൻഡ് B എന്ന് പറയുന്ന രണ്ടാളുകൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ A പറയാണ് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ കാറ് Bക്ക് സെൽ ചെയ്യാമെന്നുള്ളത്. ആൻഡ് B അത് അക്സെപ്റ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ? ഒരു കോൺട്രാക്ട് നടക്കുന്നുള്ളൂ. അപ്പൊ അവിടെ ഒരു ഓഫർ ഉണ്ടായിരിക്കും ആൻഡ് ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കും. അതാണ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ആയിട്ട് പറയുന്നത്. ദെൻ ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് ആണ്. The parties should intend to create a legal obligation. Social or family agreement are generally not contract. അപ്പൊ ഒരു ലീഗൽ ആയുള്ള ഒരു ഒബ്ലിഗേഷൻസിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും കോൺട്രാക്ട് എന്ന് പറയുന്നത്. കാരണം എന്താ? എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് കാര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമുക്കത് കോടതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അതിനെ ലീഗലി മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും
അല്ലെ? അപ്പൊ സാധാരണയായിട്ട് നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ നമ്മൾ എന്തെങ്കിലും എഗ്രിമെന്റോ അല്ലെങ്കിൽ ഫാമിലി തമ്മിൽ എന്തെങ്കിലും എഗ്രിമെന്റ്സ് കാര്യങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരിക്കലും നമ്മളൊരു കോൺട്രാക്ട് ആയിട്ട് നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യാറില്ല. പക്ഷെ ലീഗലി അത് പ്രൊസീഡ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു കോൺട്രാക്ട് ആയിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലെ? അപ്പൊ ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഫ്രീ കൺസെന്റ് ആണ്. ഓക്കെ, എന്താണ് ഫ്രീ കൺസെന്റ് ആയിട്ട് പറയുന്നത്? കൺസെന്റ് മസ്റ്റ് ബി ഗിവൻ ഫ്രീലി ആൻഡ് ഷുഡ് നോട്ട് ബി ഒബ്റ്റൈൻഡ് ബൈ coercion, undue influences, fraud, misrepresentation or mistake ആണ്. അപ്പൊ കൺസെന്റ് ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഫ്രോഡിലൂടെയോ ഒന്നും നമ്മൾ എന്താണ് ഒരാളെ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അപ്പൊ ഒരു ഫ്രീ കൺസെന്റ് ഉണ്ടായിരിക്കണം. രണ്ട് പാർട്ടീസും അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അവിടെ ആ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ടത്. അപ്പൊ ഫ്രീ കൺസെന്റ് ആണെന്ന് പറയുന്നുണ്ട്. ദെൻ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ആണ്. ദ പാർട്ടീസ് മസ്റ്റ് ബി അഡോൾട്ട് ഓഫ് സൗണ്ട് മൈൻഡ് ആൻഡ് ലീഗലി കോമ്പേറ്റ് ടു എൻറ്റർ ഇൻ ടു കോൺട്രാക്ട്. അപ്പൊ ആ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് അവൾ എന്താണ്, അഡോൾട്ട് ആയിരിക്കണം അല്ലെ? ആൻഡ് അതുപോലെ തന്നെ സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. ആൻഡ് ലീഗലി കോമ്പേറ്റ് ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിലേക്ക് എൻറ്റർ ചെയ്യാൻ ലീഗലി എന്താണ് കോമ്പേറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എൻഫോഴ്സബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കണം ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം ആൻഡ് അഡൾട്ട് ആയിരിക്കണം. നമുക്ക് മൈനറുമായിട്ട് എന്താണ്, മൈനർ എന്ന് പറയുമ്പോൾ എന്താണ്, 18 വയസ്സ് പൂർത്തിയാവാത്ത ആളുകളെയാണ് നമ്മൾ മൈനർ ആയിട്ട് ട്രീറ്റ് ചെയ്യാറില്ലേ? അപ്പൊ മൈനറുമായുള്ള കോൺട്രാക്ട് കാര്യങ്ങൾ നമുക്ക് പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ അതിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് പറയുന്നുണ്ട്. ദെൻ ലോഫുൾ കൺസിഡറേഷൻ ആൻഡ് ദ ലോഫുൾ ഒബ്ജക്റ്റ് ആണ്. There must be something of value exchanged between the parties and the purpose of the agreement must be legal. അപ്പൊ ആ ഒരു കോൺട്രാക്റ്റിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് ലീഗൽ ആയിരിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞതുപോലെ തന്നെ കാറ് സെല് ചെയ്യാണ്. എ എന്ന് പറയുന്ന ഒരാള് ബി എന്ന് പറയുന്ന ഒരാൾക്ക് കാറ് സെല് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അവിടെ ഒരാൾക്ക് കാറ് കിട്ടുന്നുണ്ട് ആൻഡ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് അവിടെ ക്യാഷും കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ലോഫുൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കൺസിഡറേഷൻ അവിടെ ഇമ്പോർട്ടൻസ് ആണ്. Then certainty of terms ആണ്. The terms of the agreement should be clear and definite, not vague. അപ്പൊ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ആ ഒരു കോൺട്രാക്റ്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം ആൻഡ് ഡെഫിനറ്റ് ആയിരിക്കണം. നമുക്ക് കൺഫ്യൂസ്ഡ് ആവുന്ന കാര്യത്തിലുള്ള സ്റ്റേറ്റ്മെന്റോ കാര്യങ്ങളൊന്നും അതിൽ യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് വായിച്ചാൽ തന്നെ നമുക്ക് എന്താണ് മനസ്സിലാവുന്ന രീതിയിൽ ആ ഒരു ക്ലിയർ ആൻഡ് ഡെഫിനറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവേണ്ടത്. ആൻഡ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് പറയുന്നുണ്ട്. ദ എഗ്രിമെന്റ് മസ്റ്റ് ബി capable of being performed. Impossible act cannot form a valid contract. അപ്പൊ നമ്മൾ എന്താണ് ആ ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്താണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും അല്ലെ, ആ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ആക്ട് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അതൊരു വാലിഡ് കോൺട്രാക്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ചിലപ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കാര്യങ്ങൾ മൂലം നമുക്ക് ആ ഒരു പെർഫോമൻസ് എന്താണ് അവിടെ പെർഫോം ചെയ്യാൻ പോസിബിൾ അല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്താണ് ആ ഒരു പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ആയുള്ള ഒരു എസെൻഷ്യൽ എലമെന്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, does an agreement become valid contract only when all these essential elements are satisfied? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏതൊക്കെയായിരുന്നു എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്? ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്, ഫ്രീ കൺസെന്റ്, capacity of parties, lawful consideration and the lawful object, certainty of terms and the possibility of performance. അപ്പൊ ഇത്തരം എസെൻഷ്യൽ എലമെന്റ്സുകൾ നമ്മൾ എന്താണ് അവിടെ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ അതൊരു വാലിഡ് കോൺട്രാക്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രീറ്റ് ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, അപ്പൊ എന്താണ് കോൺട്രാക്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഒരു വാലിഡ് കോൺട്രാക്ടിന്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓൾ കോൺട്രാക്ട് ആർ എഗ്രിമെന്റ് ബട്ട് ഓൾ എഗ്രിമെന്റ് ആർ നോട്ട് കോൺട്രാക്ട്. കമന്റ് അല്ലെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കമന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ കോൺട്രാക്ട് എന്ന് പറയുന്നത് എഗ്രിമെന്റ് ആണ്, ബട്ട് ഓൾ എഗ്രിമെന്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്?
This statement means that contract is a special type of agreement ആണ്. അപ്പൊ ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാ കോൺട്രാക്റ്റും എഗ്രിമെന്റ് ആണെന്ന് പറയാം. പക്ഷെ എല്ലാ എഗ്രിമെന്റും കോൺട്രാക്ട് ആവോ? ഇല്ല അല്ലെ. അപ്പൊ എവറി കോൺട്രാക്ട് ബിഗിൻ ആസ് ആൻ എഗ്രിമെന്റ്. അപ്പൊ എല്ലാ കോൺട്രാക്റ്റും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു എഗ്രിമെന്റോട് കൂടിയിട്ടായിരിക്കും. ബട്ട് ഓൺലി ദോസ് എഗ്രിമെന്റ് ദാറ്റ് ആർ ലീഗലി എൻഫോഴ്സിബിൾ ബിക്കം കോൺട്രാക്ട്. അപ്പൊ ആ ഒരു എഗ്രിമെന്റിന് നമ്മൾ എന്താണ്, ഒരു ലീഗൽ എൻഫോഴ്സിബിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമാണ് ആ ഒരു എഗ്രിമെന്റ് എന്ത് ചെയ്യുന്നത്, കോൺട്രാക്ട്സ് ആയിട്ട് മാറുന്നത് അല്ലെ. ഇപ്പൊ എല്ലാ എഗ്രിമെന്റും നമുക്ക് കോൺട്രാക്ട് ആണെന്ന് പറയാൻ സാധിക്കില്ല. അത് നമ്മൾ എന്താണ്, ലീഗലി അതിനെ നമ്മൾ ബൈൻഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് കോൺട്രാക്ട് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ കോൺട്രാക്ട്സും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു എഗ്രിമെന്റോട് കൂടിയിട്ടായിരിക്കും. ആൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എഗ്രിമെന്റ് നമ്മൾ ലീഗലി എൻഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് കോൺട്രാക്ട് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് എഗ്രിമെന്റ് വിച്ച് ആർ നോട്ട് കോൺട്രാക്ട്, അതായത് സം എഗ്രിമെന്റ് ഡു നോട്ട് ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ. അപ്പൊ ചില എഗ്രിമെന്റ്സ് ഒന്നും നമുക്ക് ആ ഒരു ലീഗൽ ഒബ്ലിഗേഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുന്നുണ്ട് സോഷ്യൽ എഗ്രിമെന്റ്സ് അല്ലെങ്കിൽ ഫാമിലി എഗ്രിമെന്റ്സ് ആണ്. ഇപ്പൊ നമ്മളൊരു ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറോടോ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡിന്നറിന് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാം. അതൊരു എഗ്രിമെന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷെ അതൊരു കോൺട്രാക്ട് ആണ് അല്ല, അത് നമ്മൾ ലീഗലി എന്ത് ചെയ്യുന്നില്ല, അതിനെ എൻഫോഴ്സ് ചെയ്യുന്നില്ല. ആൻഡ് ഓൾസോ എഗ്രിമെന്റ് വിതൗട്ട് ഫ്രീ കൺസെന്റ്, ലോഫുൾ ഒബ്ജക്ട് ഓർ കൺസിഡറേഷൻ ആർ നോട്ട് കോൺട്രാക്ട്. അതുപോലെ തന്നെ നമ്മൾ എസെൻഷ്യൽ എലമെന്റ്സുകൾ പറഞ്ഞിട്ടുണ്ടാകും. ആ ഒരു എസെൻഷ്യൽ എലമെന്റ്സുകൾ നമ്മൾ ഫോളോ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെന്റ്സുകൾ നമുക്ക് എന്താണ്, കോൺട്രാക്ട് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, ആൻഡ് എഗ്രിമെന്റ് വിച്ച് ആർ കോൺട്രാക്ട് പറയുന്നുണ്ട് അല്ലെ. ആൻ എഗ്രിമെന്റ് ബിക്കം എ കോൺട്രാക്ട് ഓൺലി when it is satisfy all the condition mentioned in section 10 of the Indian Contract Act ആണ്. അപ്പൊ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ 10 സ്പെസിഫൈ ചെയ്തിട്ടുള്ള എല്ലാ കണ്ടീഷൻസും ഇപ്പൊ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, എലമെന്റ്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. വാലിഡ് ആയുള്ള ഒരു കോൺട്രാക്ടിന്റെ എലമെന്റ്സ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു എലമെന്റ്സ് കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനെ കോൺട്രാക്ട് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ എന്തായിരിക്കണം, ഫ്രീ കൺസെന്റ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ലോഫുൾ കൺസിഡറേഷൻ ആയിരിക്കും, ആൻഡ് കോമ്പേറ്റ് പാർട്ടീസ്, ലോഫുൾ ഒബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. Therefore, every contract is an agreement because it is based on a promise, but every agreement is not a contract because all agreements are not enforceable by law. അപ്പൊ എല്ലാ കോൺട്രാക്റ്റും നമുക്ക് എഗ്രിമെന്റ് ആണെന്ന് പറയാം. കാരണം അതെന്താണ്, പ്രോമിസിന്റെ ബേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എല്ലാ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് എഗ്രിമെന്റ് ആണ്. പക്ഷെ എല്ലാ എഗ്രിമെന്റും നമുക്ക് കോൺട്രാക്ട് ആണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം അത് കോൺട്രാക്ട് ആവണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കണം, എൻഫോഴ്സബിൾ ബൈ ലോ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് പറയാനുള്ളത്. ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെന്റ് ബട്ട് ഓൾ എഗ്രിമെന്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്. അപ്പൊ ആ രണ്ട് സിറ്റുവേഷൻസുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ്, ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയി അല്ലെ. അതായത് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ഏതൊക്കെയാണ് കോൺട്രാക്ട്സ് അല്ലാത്ത സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞു. സോഷ്യൽ ആൻഡ് ഫാമിലി എഗ്രിമെന്റ്സ് അല്ലെ, അത്തരം സിറ്റുവേഷൻ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ എഗ്രിമെന്റ് വിച്ച് ആർ കോൺട്രാക്ട്സ് ആവുന്ന സിറ്റുവേഷൻസ് നമ്മൾ പറയാം. അപ്പൊ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്, എ പ്രോമിസ് ടു ടേക്ക് ബി ടു എ മൂവി, ദിസ് ഇസ് ആൻ എഗ്രിമെന്റ് ബട്ട് നോട്ട് എ കോൺട്രാക്ട്. അപ്പൊ എ എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്യാണ്, ബിനോട് പറയാണ് ഞാൻ നിന്നൊരു മൂവിക്ക് കൊണ്ടുപോവാം എന്നുള്ളത്. ആൻഡ് അതൊരു എഗ്രിമെന്റ് ആണ്, പക്ഷെ എന്താണ്, അതൊരു കോൺട്രാക്ട് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് അത് എന്താണ്, എൻഫോഴ്സിബിൾ ബൈ ലോ അല്ല, നോട്ട് ആൻ എൻഫോഴ്സിബിൾ ബൈ ലോ ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് എന്താണ്, ഇങ്ങനെ പറയാം, അതൊരു എഗ്രിമെന്റ് ആണ്, അതൊരു കോൺട്രാക്ട് അല്ല എന്നുള്ളത്. ആൻഡ് എഗ്രീസ് ടു സെൽ his bike to B for 50,000 and B agrees to buy it. This is an agreement as well as a contract because it is legally enforceable. അപ്പൊ A എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ ബൈക്ക് ബിക്ക് സെൽ ചെയ്യാണ്. ആൻഡ് 50,000 അവിടെ ഒരു കൺസിഡറേഷൻ ഉണ്ട് അല്ലെ, കൺസിഡറേഷൻ ഉണ്ട്. അപ്പൊ ബി എന്ത് ചെയ്തു, അത് അക്സെപ്റ്റ് ചെയ്തു, എഗ്രി ചെയ്തു. ആൻഡ് അതെന്താണ്, അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ അതൊരു കോൺട്രാക്റ്റും ആയിട്ട് മാറുന്നുണ്ട്. ദാറ്റ് ഈസ് ലീഗലി എൻഫോഴ്സിബിൾ ബൈ ലോ ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എൻഫോഴ്സിബിൾ ബൈ ലോ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു കോൺട്രാക്ട് അതുപോലെ തന്നെ എഗ്രിമെന്റ് എന്നും പറയാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ക്ലിയർ ആണല്ലോ?
ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ വോയിഡ് ആൻഡ് വോയിഡബിൾ കോൺട്രാക്ട് ആൻഡ് വോയിഡ് ആൻഡ് ഇല്ലീഗൽ എഗ്രിമെന്റ്. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ ഡിഫറൻസസ് കാര്യങ്ങൾ എന്നുള്ളത് ഇവിടെ ഒരു ടേബിൾ ആയിട്ട് തന്നെ കൊടുത്തിട്ട്. ഓക്കെ, അപ്പൊ വോയിഡ് കോൺട്രാക്ട് വോയിഡബിൾ കോൺട്രാക്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ കോൺട്രാക്ട് ദാറ്റ് വാസ് വാലിഡ് ഇനീഷ്യലി ബട്ട് ലേറ്റർ ബിക്കം അൺഎൻഫോഴ്സബിൾ ബൈ ലോ ആണ്. അപ്പൊ വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ എന്താണ്? അത് വാലിഡ് ആയിരിക്കും. ആൻഡ് പിന്നീട് എന്ത് ചെയ്യാണ്? അൺഎൻഫോഴ്സബിൾ ബൈ ലോ ആണ്. പിന്നെ അത് വാലിഡ് ആവാത്ത സിറ്റുവേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്ട്സിനെയാണ് നമ്മൾ വോയിഡ് കോൺട്രാക്ട്സ് എന്ന് പറയാറുള്ളത്. ആൻഡ് വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയുമ്പോഴോ എ കോൺട്രാക്ട് ദാറ്റ് ഈസ് എൻഫോഴ്സബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദി അഗ്രീഡ് പാർട്ടി ഓൺലി ആണ്. അതായത് അഗ്രീഡ് പാർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻജേർഡ് പാർട്ടി. അതുപോലെ തന്നെ എ കോൺട്രാക്ട് ദാറ്റ് ഈസ് എൻഫോഴ്സബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി അഗ്രീഡ് പാർട്ടി എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഇൻജേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അയാളുടെ ഓപ്ഷന്റെ ബേസിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം അവിടെ ആ ഒരു കോൺട്രാക്ട്സ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതാണ് ഈ ഒരു വോയിഡബിൾ കോൺട്രാക്ട്സിൽ മെയിൻ ആയിട്ടും പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് പറയുന്നുണ്ട് എന്താണ്? ഇറ്റ് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ എയ്തർ പാർട്ടിയാണ്. അല്ലെ, വോയിഡ് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു മറ്റൊരു പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ലീഗലി എൻഫോഴ്സബിൾ ആയിരിക്കണം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ആൻസർ വോയിഡബിൾ കോൺട്രാക്ട്സ് പറയുന്നുണ്ട് അല്ലെ. എന്താണ് വോയിഡബിൾ കോൺട്രാക്ട്സിൽ പറയുന്നത്? ദ അഗ്രീവ്ഡ് പാർട്ടി മേ എയ്തർ എൻഫോഴ്സ് ഓർ ക്യാൻസൽ ദി കോൺട്രാക്ട് ആണ്. അപ്പൊ ആ ഒരു ഇൻജേർഡ് ആയിട്ടുള്ള ഒരു പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവിടെ എൻഫോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനോ ഉള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ ഒരു കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇറ്റ് യൂഷ്വലി ബിക്കംസ് വോയിഡ് ഡ്യൂ ടു ഇംപോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ഓഫ് ചേഞ്ച് ഇൻ ലോ ആണ്. അപ്പൊ ഈ ഒരു വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് വോയിഡ് ആവുന്നുണ്ട്. കാരണം നമുക്ക് ആ ഒരു പെർഫോമൻസ്, ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്നത് ഇംപോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ആ ഒരു കോൺട്രാക്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ അവിടെ എന്താകുന്നുണ്ട്? ആ ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് വോയിഡ് ആവുന്നുണ്ട്. ദെൻ വോയിഡബിൾ കോൺട്രാക്ട്സിൽ പറയുന്നുണ്ട് ഇറ്റ് യൂഷ്വലി അറൈസസ് ബിക്കോസ് കൺസെന്റ് വാസ് നോട്ട് ഫ്രീ. അതായത് കൊയേഷൻ ആവാം, ഫ്രോഡ് ആവാം, അൺഡ്യൂ ഇൻഫ്ലുവൻസസ് ആയിരിക്കാം. അപ്പൊ അതായത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ ഫ്രീ കൺസെന്റ് ഇല്ലാതെ നമ്മൾ ഒരു കോൺട്രാക്റ്റിലേക്ക് ഒരാളെ ഏർപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്? ഒരു വോയിഡബിൾ കോൺട്രാക്ട്സ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് അതിൽ പറയുന്ന ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് അല്ലെ. എന്താണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്? വോയിഡ് കോൺട്രാക്റ്റിന്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. എ കോൺട്രാക്ട് ടു സെൽ ഗുഡ് ടു ബി ബട്ട് ദ ഗുഡ്സ് ആർ ഡിസ്ട്രോയിഡ് ബിഫോർ ഡെലിവറി ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? എ എന്ന് പറയുന്ന ഒരാള് ബിക്ക് എന്താണ്? ഒരു സെർട്ടൈൻ ഒബ്ജക്ട് അല്ലെങ്കിൽ ഗുഡ്സ് കാര്യങ്ങൾ സെല്ല് ചെയ്യാം എന്നുള്ളൊരു എഗ്രിമെന്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ആ ഒരു ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യാണ്? അത് ഡിസ്ട്രോയിഡ് ആയി പോവാണ്. ആൻഡ് പിന്നീട് നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. അവിടെ ഒരു ഇംപോസിബിലിറ്റി ഒക്യൂർ ചെയ്യാണ്. അപ്പൊ അത്തരം കോൺട്രാക്റ്റുകളാണ് വോയിഡ് കോൺട്രാക്ട്സ് എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് വോയിഡബിൾ കോൺട്രാക്ട് പറയുകയാണെങ്കിലോ എക്സാമ്പിൾ പറയുന്നുണ്ട്. എ ഒബ്റ്റൈൻ ബി കൺസെന്റ് ബൈ ഫ്രോഡ്, ബി മേ ക്യാൻസൽ ദി കോൺട്രാക്ട് ആണ്. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരാള് ബിയുടെ എന്താണ്? കൺസെന്റ് വാങ്ങുന്നത് ഇപ്പൊ ചതിയിലൂടെ ഒക്കെ. നിങ്ങൾ ഫിലിം കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ചിലപ്പോൾ ചതിച്ചൊക്കെ ആയിരിക്കും അല്ലെ എഗ്രിമെന്റിൽ സൈൻ ചെയ്യിക്കുക, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ട് സൈൻ ചെയ്യിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അത്തരം കേസസ് ആണ് ഈ ഒരു വോയിഡബിൾ കോൺട്രാക്ടിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവിടെ ആ ഒരു അഗ്രീവ്ഡ് പാർട്ടിക്ക്, അതായത് ഇൻജേർഡ് ആവുന്ന പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവിടെ ആ ഒരു കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. Okay, but these are the difference between void contracts and voidable contracts. അപ്പോൾ void contracts എന്ത് ചെയ്യുന്നുണ്ട്? ഇനീഷ്യലി അത് വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്ട്സ് ആയിരിക്കും. ആൻഡ് പിന്നീടാണ് അത് എന്ത് ചെയ്യുന്നത്? അൺഎൻഫോഴ്സബിൾ ബൈ ലോ ആവുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് അതൊരു ഇൻവാലിഡ് കോൺട്രാക്ട് അല്ലെങ്കിൽ വോയിഡ് കോൺട്രാക്ട് ആയിട്ട് മാറുന്നത്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞപ്പോൾ ഇംപോസിബിലിറ്റി കാര്യങ്ങൾ ഒക്യൂർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്?
ആ ഒരു കോൺട്രാക്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലെ. അപ്പൊ അതൊരു വോയിഡ് കോൺട്രാക്ടിന് എക്സാമ്പിൾ ആണ്. ആൻഡ് വോയിഡബിൾ കോൺട്രാക്ട് ആവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഫ്രോഡോ അല്ലെങ്കിൽ മിസ് റെപ്രസെന്റേഷൻ, കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസസ് ഒക്കെ മൂലം നമ്മളൊരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകളാണ് വോയിഡബിൾ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. ആൻഡ് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു ഇൻജേർഡ് പാർട്ടിക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് കാര്യങ്ങൾ അവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് അതിൽ പറയാനുള്ളത് വോയിഡ് എഗ്രിമെന്റ്സ് ആൻഡ് ഇല്ലീഗൽ എഗ്രിമെന്റ്സ് ആണ്. വോയിഡ് എഗ്രിമെന്റ്സ് ആൻഡ് ഇല്ലീഗൽ എഗ്രിമെന്റ്സ് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ വോയിഡ് എഗ്രിമെന്റ് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് എൻഫോഴ്സബിൾ ബൈ ലോ ആണ്. നമുക്ക് ലോ പ്രകാരം എൻഫോഴ്സബിൾ അല്ലാത്ത എഗ്രിമെന്റ്സുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കോൺട്രാക്റ്റുകൾ ഉണ്ടായിരിക്കും അല്ലെ. അതിനെയാണ് വോയിഡ് എഗ്രിമെന്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇല്ലീഗൽ എഗ്രിമെന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ ആണ്. അതായത് ലോസുകൾ പ്രിവെന്റ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എഗ്രിമെന്റ്സ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അത്തരം എഗ്രിമെന്റ്സിനെയാണ് ഇല്ലീഗൽ എഗ്രിമെന്റ്സ് എന്ന് പറയുന്നത്. ഇല്ലീഗൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാത്ത ആക്ടിവിറ്റീസുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത്തരം ആക്ടിവിറ്റീസ് പോലെ തന്നെയാണ് ഇല്ലീഗൽ എഗ്രിമെന്റ്സ് ആയിട്ടും പറയുന്നത്. അത് ഫോർബിഡൻ ബൈ ലോ ആയിരിക്കും. ആൻഡ് വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് മെ നോട്ട് ഇൻവോൾവ് എനി അൺലോഫുൾ ആക്ട് ആണ്. വോയിഡ് എഗ്രിമെന്റ് ആവുന്ന സമയത്ത് അവിടെ എന്താണ്, അൺലോഫുൾ ആയുള്ള ആക്ട് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കില്ല, അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇല്ലീഗൽ എഗ്രിമെന്റ് ആവുന്ന സമയത്ത് എന്താണ്, ഇറ്റ്സ് ഒബ്ജക്റ്റ് ഓർ കൺസിഡറേഷൻ എന്ന് പറയുന്ന അൺലോഫുൾ ആണ്. അതായത് ലോക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒബ്ജക്റ്റുകളോ അല്ലെങ്കിൽ കൺസിഡറേഷൻസോ കാര്യങ്ങളായിരിക്കും അവിടെ വരുന്നുണ്ടായിരിക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറയുന്ന സമയത്ത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇപ്പൊ വോയിഡ് എഗ്രിമെന്റ് പറയുന്നുണ്ട് ഓൾ വോയിഡ് എഗ്രിമെന്റ് ആർ നോട്ട് ഇല്ലീഗൽ. എല്ലാ വോയിഡ് എഗ്രിമെന്റും നമുക്ക് ഇല്ലീഗൽ ആണെന്ന് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇല്ലീഗൽ എഗ്രിമെന്റ് പറയുന്നുണ്ട് എവരി ഇല്ലീഗൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത് വോയിഡ് ആണ്. എല്ലാ ഇല്ലീഗൽ ആയിട്ടുള്ള എഗ്രിമെന്റും എന്താണ്, വോയിഡ് ആണെന്ന് പറയുന്നുണ്ട്. ആൻസർ വോയിഡ് എഗ്രിമെന്റ് എന്താണ്, കൊളാറ്ററൽ ട്രാൻസാക്ഷൻ റിമൈൻ വാലിഡ് ആണ്. ദെൻ ഇല്ലീഗൽ എഗ്രിമെന്റ് ആവുന്ന സമയത്ത് അവിടെ കൊളാറ്ററൽ ട്രാൻസാക്ഷൻസ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വോയിഡ് ആയിട്ടായിരിക്കും പറയുന്നുണ്ടായിരിക്കും. അപ്പൊ എക്സാമ്പിൾ പറയുന്നുണ്ട് വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ ഒരു മൈനറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യാം, അതൊരു വോയിഡ് എഗ്രിമെന്റ് ആണ്. കാരണം മൈനറുമായിട്ട് ഇപ്പോൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുമായിട്ട് നമുക്ക് എഗ്രിമെന്റിൽ ഏർപ്പെടാൻ സാധിക്കില്ല. അതെന്താണ്, നോട്ട് എൻഫോഴ്സബിൾ ബൈ ലോ ആണ്. ലോ നമുക്കത് എന്ത് ചെയ്യുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല. ലോയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം നമുക്ക് ഒരിക്കലും എന്താണ്, ഒരു മൈനർ പേഴ്സണുമായിട്ട് നമുക്കൊരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ആൻഡ് ഇല്ലീഗൽ എഗ്രിമെന്റ്സിന് പറയുന്നുണ്ട് ഇപ്പൊ നമ്മളൊരു ക്രൈം കമ്മിറ്റ് ചെയ്യാൻ ഒരു എഗ്രിമെന്റ് അല്ലെ, ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഒരു എഗ്രിമെന്റിൽ എത്താണ്, അത് ഇല്ലീഗൽ എഗ്രിമെന്റ് ആണ് അല്ലെ. അത് ആ ഒരു ലോനെ പ്രിവെന്റ് ചെയ്യുന്ന എഗ്രിമെന്റ് ആണ്, അല്ലെങ്കിൽ ലോയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുന്നതാണ്. അതിനെയാണ് നമ്മൾ ഇല്ലീഗൽ എഗ്രിമെന്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. Okay, but these are the difference between void agreements and illegal agreement. അപ്പൊ നമ്മള് രണ്ട് രീതിയിലുള്ള ആ ഒരു ഡിഫറൻസസ് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്താണ് വോയിഡ് കോൺട്രാക്ട് ആൻഡ് എന്താണ് വോയിഡബിൾ കോൺട്രാക്ട് പറഞ്ഞു. ആൻഡ് പിന്നീട് നമ്മൾ വോയിഡ് എഗ്രിമെന്റ്സ് ആൻഡ് ഇല്ലീഗൽ എഗ്രിമെന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് അതിൽ പറയാനുള്ളത് ഡിഫൈൻ ദി ടേം ഓഫർ, ഹൗ ഇറ്റ് ഈസ് മെയ്ഡ്, ഡിസ്കസ് ദി ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് ഓഫർ. അപ്പൊ എന്താണ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്നേഴ്സിനോ ഒക്കെ ഓഫേഴ്സ് കൊടുക്കാറുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഓഫർ ഓർ പ്രപ്പോസൽ ഈസ് വെൻ വൺ പേഴ്സൺ എക്സ്പ്രസ് ടു അനദർ പേഴ്സൺ ഹിസ് വില്ലിംഗ്നെസ് ടു ഡു സംതിങ് ഓർ നോട്ട് ടു ഡു സംതിങ് വിത്ത് ദ ഇന്റൻഷൻ ഓഫ് ഒബ്റ്റെയിനിങ് ദ അതർ പേഴ്സൺ അക്സെപ്റ്റൻസ് ആണ്. അപ്പൊ ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ എന്ന് പറയുന്നത് എന്താണ്, അതായത് ഒരു പേഴ്സൺ എന്ത് ചെയ്യാണ്, അയാള് ആ ഒരു കാര്യം, ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ ചെയ്യാം, അല്ലെങ്കിൽ അയാൾക്ക് ചെയ്യാൻ സാധിക്കില്ല, അത്തരത്തിലുള്ള ഒരു ഇന്റൻഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു ടേമിനെയാണ് നമ്മൾ ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ എന്ന് പറയാറുള്ളത്. ഓക്കെ, but the person making the offer is called offerer or promiser, and the person to whom the offer is made is called offeree or promisee. അപ്പൊ ആരാണ് ഒരു ഓഫർ മേക്ക് ചെയ്യുന്നത്, അയാളെ നമ്മൾ ഓഫർ എന്നും അല്ലെങ്കിൽ പ്രോമിസർ എന്നും, ആൻഡ് ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത് അയാളെ നമ്മൾ ഓഫറി എന്നും അല്ലെങ്കിൽ പ്രോമിസി എന്നും പറയാറുണ്ട്.
ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, 2 പേഴ്സൺസ് എന്തായാലും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് പറയുന്ന സമയത്ത് എന്തുണ്ടായിരിക്കും, അവിടെ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും, അതുപോലെ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ സീസ് ടു ബി, ഐ വിൽ സെൽ മൈ ബൈക്ക് ടു യു ഫോർ 50,000. ഹിയർ എ ഈസ് ദ ഓഫറർ ആൻഡ് ബി ഈസ് ദ ഓഫർ. എ എന്ന് പറയുന്ന ഒരാള് ബിക്ക് എന്താണ്, അയാളുടെ ബൈക്ക് കൊടുക്കുകയാണ്, 50,000 റുപ്പീസിനാണ് കൊടുക്കുന്നത്. അപ്പൊ എ എന്ന് പറയുന്നത് അവിടുത്തെ എന്താണ്, പ്രോമിസർ അല്ലെങ്കിൽ ഓഫറർ ആണ്. ആൻഡ് ബി എന്ന് പറയുന്നത് അവിടുത്തെ ഓഫറി അല്ലെങ്കിൽ പ്രോമിസിയ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പറയുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് ഓഫർ എക്സ്പ്രസ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാറുള്ളത്. അതിനെ നമുക്ക് ടൈപ്സ് ഓഫ് ഓഫർ എന്ന് പറയാം അല്ലെ. അപ്പൊ അത് മെയിൻ ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്രസ് ഓഫർ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഇംപ്ലൈഡ് ഓഫർ ആണ്. എക്സ്പ്രസ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഓഫർ മെയ്ഡ് ബൈ സ്പോക്കൺ ഓർ റിട്ടേൺ വേർഡ്സ്. നമ്മൾ സ്പോക്കൺ രീതിയിൽ അല്ലെങ്കിൽ റിട്ടേൺ വേർഡ്സിലൂടെ നമ്മൾ ഒരു ഓഫർ ക്രിയേറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ഓഫർ പ്രൊവൈഡ് ചെയ്യാണ്, അതിനെയാണ് എക്സ്പ്രസ് ഓഫർ എന്ന് പറയുന്നത്. ആൻഡ് ഇംപ്ലൈഡ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an offer made through conduct, action or circumstances ആണ്. ഒരു ആക്ഷൻസിലൂടെ അല്ലെങ്കിൽ ഒരു കണ്ടക്ട്സിലൂടെ നമ്മൾ ഒരു ഓഫർ ക്രിയേറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുന്നത്. അപ്പൊ 2 രീതിയിലാണ് നമ്മൾ ഓഫർ പ്രൊവൈഡ് ചെയ്യാറുള്ളത്, എക്സ്പ്രസ് ഓഫർ ആൻഡ് ഇംപ്ലൈഡ് ഓഫർ. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വാലിഡ് ഓഫറിന്റെ സെർട്ടൈൻ റൂൾസ് കാര്യങ്ങൾ പറയുന്നുണ്ട്, ലീഗൽ റൂൾസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഓഫറിന്റെ ലീഗൽ റൂൾസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. എന്തൊക്കെയാണ്? ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻസ് ആണ്. ദ ഓഫർ മസ്റ്റ് ക്രിയേറ്റ് എ ലീഗൽ ഒബ്ലിഗേഷൻ. സോഷ്യൽ ഇൻവിറ്റേഷൻസ് ആർ നോട്ട് ഓഫർ അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞുള്ള ഒരു കാര്യമാണ്, സോഷ്യൽ ഇൻവിറ്റേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഇൻവിറ്റേഷൻസ് കാര്യങ്ങൾ നമ്മളൊരു ഓഫർ ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നില്ല. ആൻഡ് നമ്മളൊരു ഓഫർ കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു ലീഗൽ ഒബ്ലിഗേഷൻസ് ഉണ്ടായിരിക്കണം, അതായത് അത് ലോഫുൾ ആയിരിക്കണം അല്ലെ. അതാണ് പറയുന്നത് ആ ഒരു ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻസ് ആണ്. ദെൻ ടേംസ് മസ്റ്റ് ബി ക്ലിയർ ആൻഡ് സർട്ടൈൻ. And the terms of the offer should be definite and not vague or uncertain. ഇപ്പൊ നമ്മളൊരു ഓഫർ കൊടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്ക് അത് എന്തായിരിക്കണം, കൃത്യമായിട്ട് ആ ഒരു ഓഫർ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാവണം. ഓക്കെ, അതാണ് ടേം മസ്റ്റ് ബി ക്ലിയർ ആൻഡ് സർട്ടൈൻ ആയിട്ട് പറയുന്നത്. ആൻഡ് നോട്ട് എ മെർ ഡിക്ലറേഷൻ ഓഫ് ഇന്റൻഷൻ ആണ്, എ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫ്യൂച്ചർ ഇന്റൻഷൻ നോട്ട് ഓൺ ഓഫർ അല്ലെ. ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്, അതായത് ആ ഒരു ഫ്യൂച്ചർ ഇന്റൻഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ഓഫറിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഒരു ഓഫർ ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നില്ല. എന്താണ് അതിന്റെ ഇന്റൻഷൻസ് കാര്യങ്ങൾ കൃത്യമായിട്ട് അതിൽ സ്പെസിഫൈ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഡിഫറൻസ് ഫ്രം ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ്. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഓഫർ എന്ന് പറയുന്നത്, വാലിഡ് ആയിട്ടുള്ള ഓഫർ എന്ന് പറയുന്നത് ഇൻവിറ്റേഷൻ ടു ഓഫറിൽ നിന്നും ഡിഫറൻസ് ആണ്. ഇപ്പൊ ചില അഡ്വർടൈസ്മെന്റ് കാണാറുണ്ട്, അതെന്താണ്, ഒരു ഇൻവിറ്റേഷൻ ആണ്, ഇങ്ങനത്തെ ഒരു അഡ്വർടൈസ്മെന്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ട്സുകൾ അല്ലെങ്കിൽ ഓഫർ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിന് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആയിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഷോപ്പിലൊക്കെ ഗുഡ്സ് ഡിസ്പ്ലേ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അത് ഓഫറിന് തന്നിരിക്കുകയല്ല, അത് നമ്മൾ എന്താണ്, ഇൻവിറ്റേഷൻ ആണ്. ഇങ്ങനെ ഒരു ഓഫർ ആ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഒരു ഇൻവിറ്റേഷൻ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവര് ഇത്തരത്തിൽ എന്താണ് ഷോപ്പിലെ ഗുഡ്സ് കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത് അതൊരു ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ്, ഒരു ആക്ച്വൽ ഓഫർ ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ വാലിഡ് ആയുള്ള ഓഫർ എന്ന് പറയുന്നത് ഇൻവിറ്റേഷൻ ടു ഓഫറിൽ നിന്നും ഡിഫറൻസ് ആണ്. ദെൻ ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. അപ്പൊ ഓഫർ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും നമ്മൾ അത് എന്ത് ചെയ്തിരിക്കണം, അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം അല്ലെ. ദെൻ സൈലൻസ് ഈസ് നോട്ട് അക്സെപ്റ്റൻസ്. ഇപ്പൊ മൗനം സമ്മതം എന്ന് നമ്മൾ പറയാറുണ്ട് പൊതുവെ ഇങ്ങനെ, പക്ഷെ ഇതിന്റെ കേസിൽ എന്താണ്, നമുക്ക് ഒരിക്കലും സൈലൻസ് എന്ന് പറയുന്നത് അതെന്താണ്, അതൊരു അക്സെപ്റ്റൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല അല്ലെ. ആൻഡ് ഓഫർ cannot state that if the offeree remains silent the offer will be treated as acceptance. അപ്പൊ ഓഫർ എന്താണ്, അവിടെ സൈലൻസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ എന്താണ്, അയാൾ അത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും ട്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ സൈലൻസ് ഒരിക്കലും അക്സെപ്റ്റൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ട്രീറ്റ് ചെയ്യുന്നില്ല. Then special terms must be communicated. അതായത് എന്തെങ്കിലും സ്പെസിഫിക്കലി കാര്യങ്ങൾ ആ ഒരു ഓഫറിൽ പറയുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം.
പക്ഷെ ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് എന്താണ് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ട് കാര്യം ഉണ്ടായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനി സ്പെഷ്യൽ കണ്ടീഷൻ മസ്റ്റ് ബി ക്ലിയർലി ഇൻഫോംഡ് ടു ദി ഓഫറി ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ദി കോൺട്രാക്ട് ആണ്. ആ ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇത്തരത്തിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്തിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ദീസ് ആർ ദി വാലിഡ് ഓഫറിന്റെ ലീഗൽ റൂൾസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ലീഗൽ റൂൾസ് ഫോർ വാലിഡ് ഓഫർ ആണ്. ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻസ്, അതുപോലെ തന്നെ ടേംസ് മസ്റ്റ് ബി ക്ലിയർ ആൻഡ് സർട്ടൈൻ പറയുന്നുണ്ട്. നോട്ട് എ മെർ ഡിക്ലറേഷൻ ഓഫ് ഇന്റൻഷൻ ഡിഫറെന്റ് ഫ്രം ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. സൈലൻസ് ഇസ് നോട്ട് അക്സെപ്റ്റൻസ്. സ്പെഷ്യൽ ടേംസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. ഓക്കെ, ഇതാണ് ഓഫറിന്റെ വാലിഡ് ആയിട്ടുള്ള ഓഫറിന്റെ ലീഗൽ റൂൾസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ എന്താണ് ഓഫർ ആൻഡ് എങ്ങനെയാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത്, രണ്ട് ടൈപ്സ് പറഞ്ഞു, എക്സ്പ്രസ് ആൻഡ് ഇംപ്ലൈഡ് ഓഫർ. ദെൻ അതിന്റെ ലീഗൽ റൂൾസ് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അതിൽ പറയുന്നുണ്ട് ഡിസ്കസ് ദി സർക്കംസ്റ്റൻസസ് അണ്ടർ വിച്ച് ആൻ ഓഫർ ലാപ്സ് ആണ്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ ഒരു ഓഫർ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, റിജക്ട് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഓഫർ നമ്മൾ ലാപ്സ് ചെയ്യാറുള്ള സിറ്റുവേഷൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. An offer lapses when it comes to an end and can no longer be accepted. ഇപ്പോൾ ഒരു ഓഫർ നമ്മൾ എന്താണ്, അത് ഇതുവരെയും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതൊരു എൻഡ് ആയി കഴിഞ്ഞാൽ അവിടെ ഓഫർ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആവുന്നുണ്ട് അല്ലെ. ആൻഡ് ദ ഫോളോയിങ് ആർ ദ സർക്കംസ്റ്റൻസസ് അണ്ടർ വിച്ച് ആൻ ഓഫർ ലാപ്സസ്. ഇപ്പോൾ ഓഫർ ലാപ്സ് ആവുന്ന സിറ്റുവേഷൻസ്, അതായത് ആ ഒരു ഓഫർ എൻഡ് ആവുന്ന സിറ്റുവേഷൻസുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ആ ഒരു ഓഫർ അവിടെ കംപ്ലീറ്റ് ആവുന്നത്. ലാപ്സ് ഓഫ് ടൈം പറയുന്നുണ്ട്, അതായത് ഇഫ് ദ ഓഫർ സ്പെസിഫൈസ് എ ടൈം ഫോർ അക്സെപ്റ്റൻസ് ഇറ്റ് മസ്റ്റ് ബി അക്സെപ്റ്റഡ് വിത്തിൻ ദാറ്റ് ടൈം. ഇഫ് നോ ടൈം ഈസ് സ്പെസിഫൈഡ് ഇറ്റ് മസ്റ്റ് ബി അക്സെപ്റ്റഡ് വിത്തിൻ എ റീസണബിൾ ടൈം ആണ്. ഇപ്പൊ ചില സമയത്ത് ഓഫർ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ തന്നെ അവർ പറയും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ടൈം പറയും, ഒരു 1 month. ഇപ്പൊ നിങ്ങൾ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഫ്ലിപ്കാർട്ട്, മീഷോ തുടങ്ങിയിട്ടില്ല. അവരൊക്കെ എന്താണ് ഒരു സ്പെസിഫിക് 1 വീക്കിനൊക്കെ ആയിരിക്കും അവർ അവരുടെ മെഗാ സെയിൽസ് കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു വീക്ക് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി അല്ലെ. അപ്പൊ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്, ആ ഒരു സ്പെസിഫൈ ചെയ്തിട്ട് ടൈം പീരീഡ് പറയുകയാണെങ്കിൽ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നമ്മൾ എന്താണ് ഓഫർ അക്സെപ്റ്റ് ചെയ്യണം. അല്ലാത്ത പക്ഷം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഓഫർ അവിടെ എൻഡ് ആവുകയാണ്. Then death or insanity of the offerer or offeree പറയുന്നുണ്ട്, അതായത് if the offerer or offeree dies or become insane before acceptance ആണ്. അപ്പൊ ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആൾ എന്ത് ചെയ്യാണ്, മരണപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ എൻഡ് ആവുന്നുണ്ട്. അപ്പൊ അതും മറ്റൊരു സിറ്റുവേഷൻ ആയിട്ട് പറയാം. Then failure to fulfill a condition, ഒരു സർട്ടൻ കണ്ടീഷൻസ് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ടായിരിക്കും. അപ്പൊ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഓഫർ എന്ത് ചെയ്യുന്നുണ്ട്, ലാപ്സ് ചെയ്യുന്നുണ്ട്. ദെൻ റിജക്ഷൻ ഓഫ് ദി ഓഫർ ആണ്, അതായത് ഇഫ് ദ ഓഫറി റിജക്ട് ദി ഓഫർ ഇറ്റ് കംസ് ടു ആൻ എൻഡ് cannot be accepted later. അപ്പൊ നമ്മളൊരു ഓഫർ വെച്ച് കഴിഞ്ഞാൽ ഓഫർ എന്ത് ചെയ്യാണ്, അത് റിജക്ട് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ എൻഡ് ആവുകയാണ്. Then acceptance not made in the prescribed mode, അതായത് if the offer require acceptance in a particular manner and the offeree does not follow the manner, the offer may lapse if the offerer object ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ പ്രൊവൈഡ് ചെയ്യുന്ന ആള് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസോ അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്തുള്ള ഒരു മാനർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ അതൊന്നും ഫോളോ ചെയ്യാതെയാണ് ഓഫറി അത് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയും എന്ത് ചെയ്യാം, ആ ഒരു ഓഫർ നമുക്ക് എൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. Then counter offer ആണ് പറയുന്നത്, അതായത് if the offeree make a counter offer the original offer is automatically rejected and lapse. അതായത് കൗണ്ടർ ഓഫർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരാള് ഒരു ഓഫർ കാര്യങ്ങൾ വെച്ചു ആൻഡ് അവിടെ എന്താണ് പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മൂലം ആ ഒരു ഓഫറിൽ എന്താണ് ചേഞ്ചസ് കാര്യങ്ങൾ വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരം ഓഫറുകളാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. ആൻഡ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി പഴയ ഓഫർ എന്ത് ചെയ്യും പോവാണ്, റിജക്റ്റഡ് ആയി പോവാണ്.
ഓക്കെ, അപ്പൊ അത്തരം സിറ്റുവേഷൻസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓഫർ അവിടെ എൻഡ് ആവുന്നുണ്ട്. Then revocation of offer ആണ് പറയുന്നത്. The offerer may withdraw or revoke the offer at any time before it is accepted. അപ്പൊ ഓഫറർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അത് ഏത് സമയത്ത് വേണമെങ്കിലും റിജക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. Then subsequent illegality or destruction of subject matter ആണ്. അതായത് ഓഫറിന്റെ സബ്ജക്ട് മാറ്റർ ഉണ്ടായിരിക്കും അല്ലെ, അതിൽ എന്തെങ്കിലും ഡിസ്ട്രക്ഷൻസ് കാര്യങ്ങൾ വരികയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ഇല്ലീഗൽ ആയിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഓഫർ അവിടെ ലാപ്സ് ആവുന്നുണ്ട്, എൻഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം സിറ്റുവേഷൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു ഓഫർ കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആവുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ലാപ്സ് ഓഫ് ടൈം, അതുപോലെ തന്നെ ഡെത്ത് ഓർ ഇൻസാനിറ്റി ഓഫ് ദി ഓഫറർ ഓർ ഓഫറി, failure to fulfill a condition, rejection of the offer, acceptance not made in the prescribed mode, counter offer, revocation offer, and subsequent illegality or destruction of subject matter. Okay, then ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ. പിന്നെ നെക്സ്റ്റ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഫറുകളാണ്. Explain cruise offer, standing offer and the general offer with examples എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇപ്പൊ എന്താണ് ക്രൂസ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ക്രൂസ് ഓഫർ occur when two person make the same offer to each other at the same time without knowing about the each other's offer ആണ്. ഇപ്പൊ രണ്ടുപേരുടെയും ഓഫേഴ്സ് അറിയാതെ എന്താണ്, രണ്ടുപേരും ആ ഒരു സെയിം കാര്യം തന്നെ ഓഫർ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അത്തരം ഓഫേഴ്സിനെയാണ് ക്രൂസ് ഓഫർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ്, രണ്ടുപേർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവിടെ ഒരു കോൺട്രാക്ട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ത് ചെയ്യാണ്, ബിക്ക് ഒരു ലെറ്റർ സെൻഡ് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ വീട് എന്ത് ചെയ്യുന്നുണ്ട്, 10 lakh rupeesന് സെൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ബി എന്ത് ചെയ്യാണ്, ഒരു ലെറ്റർ എക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്, ആ ഒരു 10 lakh rupeesന് ആ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പൊ രണ്ടുപേരും ആ ഒരു സെയിം കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നത്, ഓഫർ ചെയ്യുന്നത്. അപ്പൊ അത്തരം ഓഫറിനെയാണ് നമ്മൾ ക്രോസ് ഓഫർ എന്ന് പറയാറുള്ളത്. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് എന്താണ്, അവിടെ ഒരു കോൺട്രാക്ട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ദെൻ സ്റ്റാൻഡിങ് ഓഫർ പറയുന്നത് എന്താണ്, അതായത് സ്റ്റാൻഡിങ് ഓഫർ ഈസ് ആൻ ഓഫർ ദാറ്റ് റിമൈൻ ഓപ്പൺ ഫോർ അക്സെപ്റ്റൻസ് ഫോർ എ സ്പെസിഫൈഡ് പീരിയഡ് ഓഫ് ടൈം ആണ്. ഒരു സ്പെസിഫൈഡ് പീരീഡിനുള്ളിൽ മാത്രം നമുക്ക് ഓഫേഴ്സ് അവൈലബിൾ ആവുന്ന ആ ഒരു ഓഫേഴ്സിനെയാണ് നമ്മൾ സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയാറുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നുണ്ട്, എ സബ്മിറ്റ് എ ടെൻഡർ ടു സപ്ലൈ സ്റ്റേഷനറി ടു ബി കമ്പനി ഫോർ 1 year അറ്റ് ഫിക്സഡ് പ്രൈസസ് ആണ്. അപ്പൊ ആ ഒരു സ്പെസിഫൈഡ് പീരീഡിനുള്ളിൽ എന്ത് ചെയ്യാണ്, ഓഫേഴ്സ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാൻഡിങ് ഓഫർ ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് ഓഫർ ആയിട്ട് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി മെയ്ഡ് ത്രൂ എ ടെൻഡർ ടു സപ്ലൈ ഗുഡ്സ് ഓർ സർവീസസ് കണ്ടിന്യൂസ്ലി. ദെൻ നെക്സ്റ്റ് പറയുന്നത് ജനറൽ ഓഫർ ആണ്. ഇപ്പൊ ജനറൽ ഓഫർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പബ്ലിക്കിനെ മൊത്തമായിട്ടും എന്ത് ചെയ്യാണ്, പ്രൊവൈഡ് ചെയ്യുന്ന ഓഫറിനെയാണ് നമ്മൾ ജനറൽ ഓഫർ എന്ന് പറയുന്നത്. സോ എനി പേഴ്സൺ ഹൂ ഫുൾഫിൽ ദി കണ്ടീഷൻ, അല്ലെ, ആരാണോ ആ ഒരു കണ്ടീഷൻസ് കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നത്, ആൻഡ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന ഒരു പബ്ലിക് ഓഫർ ആയിരിക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ബി പബ്ലിഷേഴ്സ് ആൻ അഡ്വർടൈസ്മെന്റ് ഓഫറിംഗ് എ റിവാർഡ് ഓഫ് 100 to anyone who find return his lost dog. അപ്പൊ കാണാതെ പോയിട്ടുള്ള ഒരു ഡോഗിനെ കണ്ടെത്തി തരികയാണ് എന്നുണ്ടെങ്കിൽ അതിന് റിവാർഡ് കാര്യങ്ങൾ കൊടുക്കാം എന്നുള്ളത് ബി എന്ന് പറയുന്ന ഒരാൾ ഓഫർ കൊടുക്കാം. അപ്പൊ അത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, പബ്ലിക്കിന് മൊത്തമായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ആരാണോ ആ ഒരു ഡോഗിനെ കണ്ടെത്തി തരുന്നത് അയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം റിവാർഡ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതാണ് ജനറൽ ഓഫർ ആയിട്ട് പറയുന്നത്. അപ്പൊ 3 രീതിയിലാണ് നമ്മൾ ഓഫേഴ്സ് പറയുന്നത്, ക്രോസ് ഓഫർ, അതുപോലെ തന്നെ സ്റ്റാൻഡിങ് ഓഫർ ആൻഡ് ജനറൽ ഓഫർ. അപ്പൊ ക്രോസ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാർട്ടീസും പരസ്പരം അറിയാതെ എന്താണ്, സെയിം ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ഓഫർ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഫർ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയുന്നത്. ആൻഡ് ജനറൽ ഓഫർ എന്ന് പറയുന്നത് എന്താണ്, പബ്ലിക്കിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഓഫേഴ്സ് ആണ് ജനറൽ ഓഫേഴ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. Then
നെക്സ്റ്റ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹു ഈസ് എ മൈനർ, ഡിസ്കസ് ദി പ്രൊവിഷൻസ് ഓഫ് ലോ റിലേറ്റിംഗ് ടു മൈനേഴ്സ് എഗ്രിമെന്റ്സ് എന്നുള്ളതാണ് അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആരാണ് ഒരു മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. A minor is a person who has not completed 18 years of age. Normally the age of majority is 18 years ആണ്. അപ്പൊ 18 വയസ്സ് പൂർത്തിയാവാത്ത ആളുകളെയാണ് നമ്മൾ മൈനേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാറുള്ളത് അല്ലെ. നോർമലി ആ ഒരു മെജോറിറ്റി ഏജ് എന്ന് പറയുമ്പോൾ എന്താണ്, 18 വയസ്സ് അതിൽ കൂടുതലായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ മേജർ പേഴ്സൺ ആയിട്ട് ട്രീറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, ആൻഡ് ഈ ഒരു മൈനേഴ്സിന്റെ കേസസിൽ നമ്മൾ ചില സിറ്റുവേഷൻസിൽ എന്താണ് അവരുടെ ഗാർഡിയൻസിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. ആൻഡ് അവരുടെ മൈനേഴ്സിന്റെ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനും അതിനെ ട്രീറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് മൈനേഴ്സ് ആളുടെ കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗാർഡിയന് കാര്യങ്ങളൊക്കെ അപ്പോയിന്റ്മെന്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ആ ഒരു 18 വയസ്സ് കംപ്ലീറ്റ് ആവാത്ത ആളുകളെയാണ് നമ്മൾ മൈനർ എന്ന് പറയാറുള്ളത്. ആൻഡ് ലീഗൽ പൊസിഷൻ ഓഫ് എഗ്രിമെന്റ്സ് മെയ്ഡ് വിത്ത് എ മൈനർ പറയുന്നുണ്ട്. അപ്പൊ ഒരു മൈനറുമായിട്ട് നമ്മളൊരു എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ ലീഗൽ പൊസിഷൻസ് കാര്യങ്ങൾ പറയുന്നത്. എന്താണ് ലീഗൽ പൊസിഷൻസ് കാര്യങ്ങളായിട്ട് പറയുന്നത്? ആൻ എഗ്രിമെന്റ് മെയ്ഡ് ബൈ ഓർ വിത്ത് എ മൈനർ ഈസ് വോയിഡ് അബ്നേഷ്യോ. എന്താണ് വോയിഡ് അബ്നേഷ്യോ എന്ന് പറയുന്നത്? അതായത് ഫ്രം ദ ബിഗിനിങ് നമ്മൾ ആ ഒരു കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയം മുതൽ തന്നെ എന്തായിരിക്കും, ആ ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് വോയിഡ് ആയിരിക്കും, അതായത് ഇൻവാലിഡ് ആണ്. Which means void from the beginning. A minor is not legally capable of entering into a contract. ഒരു കോൺട്രാക്റ്റിലേക്ക് ലീഗലി എൻ്റർ ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ആർക്കില്ല, മൈനർക്കില്ല. ഓക്കെ, ആൻഡ് ഇവിടെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അതിന്റെ ലീഗൽ പൊസിഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, എഗ്രിമെന്റ് ഈസ് വോയിഡ് അബ്നേഷ്യോ എന്നുള്ളതാണ്. അതായത് മൈനേഴ്സ് എഗ്രിമെന്റ്സിന് എന്താണ് ലീഗൽ എഫക്ട്സ് കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. ഇനി എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളത് കോടതിയിൽ പോയി കഴിഞ്ഞാലും നമുക്ക് എന്താണ് അവിടെ പ്രത്യേകിച്ച് അതിന് കോമ്പൻസേഷൻസോ അല്ലെങ്കിൽ ആ ഒരു ലീഗാലിറ്റി കാര്യങ്ങളൊന്നും നമുക്കതിന് കിട്ടില്ല. കാരണം ഓൾറെഡി ലോ പ്രകാരം എന്താണ് മൈനറുമായിട്ട് എഗ്രിമെന്റിൽ ഏർപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അവിടെ പറയുന്നുണ്ട് there is no legal effect from the beginning because minor is not compared to contract എന്നുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, if a minor borrow money and sign an agreement, the agreement is void and cannot be enforced against the minor ആണ്. അപ്പൊ നമ്മൾ മൈനറുമായിട്ടൊരു എഗ്രിമെന്റ് സൈൻ ചെയ്തു എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അതൊരു വോയിഡ് എഗ്രിമെന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമുക്കതിനെ ലീഗലി മൂവ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. then no estoppel against a minor ആണ്. അതായത് എ മൈനർ ക്യാൻ ആൾവേസ് പ്ലീഡ് ദാറ്റ് ഹി ഈസ് എ മൈനർ. അപ്പൊ മൈനർ എന്നുള്ള ആ ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എപ്പോഴും മൈനർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. ഈവൻ ഇഫ് ഹി ഫാൾസ്ലി ക്ലെയിംഡ് ടു ബി എ മേജർ വൈൽ എൻറ്ററിംഗ് ഇൻ ടു ദി എഗ്രിമെന്റ്സ് ആണ്. അപ്പൊ ചില സമയത്ത് എന്താണ് ചില എഗ്രിമെന്റ്സിൽ മേജർ ആണ് എന്നുള്ള രീതിയിൽ തെറ്റായിട്ടുള്ള ധാരണയിലൂടെ മൈനർ ആയിട്ടുള്ള ആളുകൾ കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടാറുണ്ട്. ആൻഡ് ഇൻ കേസ് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഡിസ്പ്യൂട്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ മൈനർ എന്ത് ചെയ്യും, ഞാൻ മൈനർ ആണ് എന്ന് പറഞ്ഞിട്ട് കൈയൊഴിയും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും എന്താണ് മൈനർ ആണ് എന്നുള്ള ആ ഒരു പൊസിഷൻ അവിടെ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കെയർഫുൾ ആയിട്ട് വേണം ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യാൻ. മൈനേഴ്സുമായിട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ഇൻ കേസ് എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് ആ ഒരു എൻഫോഴ്സിബിലിറ്റി കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു ലോഫുൾ ഒബ്ജക്റ്റ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. എ മൈനർ കനോട്ട് ബി പ്രിവെന്റഡ് ഫ്രം യൂസിങ് ഹിസ് മൈനോറിറ്റി ആസ് എ ഡിഫൻസ് അല്ലെ. അപ്പൊ മൈനർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിന് അവരുടെ ഡിഫൻസ് ആയിട്ട് അവർക്ക് ആ ഒരു മൈനർ എന്നുള്ള ഒരു കാര്യം അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ നിന്നും നമുക്ക് മൈനേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിവെന്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അവർക്ക് എപ്പോഴും ആ ഒരു പൊസിഷൻ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു പവർ അല്ലെ, മൈനർ എന്നുള്ള ഒരു പവർ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദെൻ റെസ്റ്റിറ്റ്യൂഷൻ ആണ് പറയുന്നത്. If a minor obtain property or goods falsely representing his age, the court may order him to return those goods or property if they can still be identified and traced. In case ഏതെങ്കിലും സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഫാൾസ് ആയിട്ട് മേജർ ആണ് എന്നുള്ള ഒരു റെപ്രസെന്റേഷനോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, മൈനർ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കോടതി എന്ത് പറയുന്നുണ്ട്, ആ ഒരു മൈനർ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഗുഡ്സ് കാര്യങ്ങൾ, ആ ഒരു കോൺട്രാക്റ്റിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഗുഡ്സ് പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ റിട്ടേൺ ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, കോടതി അവിടെ
ഓർഡർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മൈനർ ഷുഡ് നോട്ട് അൺഫെയർലി ബെനഫിറ്റ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് അതേഴ്സ് ആണ്. അപ്പൊ മറ്റുള്ളവരുടെ എക്സ്പെൻസസിൽ ഒരു അൺഫെയർ ആയിട്ടുള്ള ബെനഫിറ്റ്സ് കാര്യങ്ങളൊന്നും മൈനർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. മൈനർ എന്നുള്ള ഒരു ബെനഫിറ്റ് ആക്സസ് ചെയ്യാം, പക്ഷെ അൺഫെയർ ആയിട്ടുള്ള ബെനഫിറ്റ്സ് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. ദെൻ മൈനർ ആസ് എ ബെനിഫിഷ്യറി പറയുന്നത് എന്താണ്, എ മൈനർ കനോട്ട് മേക്ക് എ കോൺട്രാക്ട് ബട്ട് ഹി ക്യാൻ റിസീവ് ബെനിഫിറ്റ് അണ്ടർ എ കോൺട്രാക്ട്. അപ്പൊ മൈനർക്ക് ഒരിക്കലും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല, പക്ഷെ അതിന്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഗാർഡിയൻ ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ അവർക്ക് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റിസീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദെൻ മൈനർ ആസ് എ പാർട്ട്ണർ ആണ്. A minor cannot become a partner in a partnership firm. However, with the consent of all partner, he can be admitted to the benefits of partnerships such as sharing profits. ഒരു പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും മൈനർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു പാർട്ട്ണർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ എല്ലാ പാർട്ട്നേഴ്സിന്റെയും കൺസെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, പ്രോഫിറ്റ് ഷെയറിങ് അതുപോലെയുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മൈനർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് മൈനേഴ്സുമായിട്ട് ആ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ എഗ്രിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ലീഗൽ പൊസിഷൻസ് ആയിട്ട് പറയുന്നത്. അപ്പൊ മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു 18 വയസ്സ് താഴെയുള്ള ആളുകളെയാണ് നമ്മൾ മൈനർ ആയിട്ട് ട്രീറ്റ് ചെയ്യാറുള്ളത്. അപ്പൊ അതിന്റെ ബേസിൽ ആ ഒരു ലീഗൽ പൊസിഷൻ ഓഫ് എഗ്രിമെന്റ്സ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എഗ്രിമെന്റ്സ് എന്ന് പറയുന്നത് വോയിഡ് അബ്നീഷ്യാണ്. ഫ്രം ദി ബിഗിനിങ് നമുക്ക് ആ ഒരു കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് വോയിഡ് ആയിരിക്കും. ആൻഡ് നോ എസ്റ്റോപ്പൽ എഗെയിൻസ്റ്റ് എ മൈനർ ആണ്. ദെൻ റെസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്, മൈനർ ആസ് ബെനിഫിഷ്യറി ആൻഡ് മൈനർ ആസ് പാർട്ണർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കൊയേഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസസ് ആണ്. അപ്പൊ നിങ്ങൾ ആ ഒരു ടേം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, നമ്മൾ ഓൾറെഡി ഫ്രീ കൺസെന്റിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് കൊയേഷൻ മീൻസ് ഫോഴ്സിങ് എ പേഴ്സൺ ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട് അഗെയിൻസ്റ്റ് ഹിസ് വിൽ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സമ്മതം ഇല്ലാതെ നമ്മൾ എന്താണ് ഒരാളെ നമ്മൾ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ പൂർണ്ണ സമ്മതം ഇല്ലാതെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു കോൺട്രാക്റ്റിലേക്ക് എൻറ്റർ ചെയ്യാനോ ഫോഴ്സ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കൊയേഷൻ എന്ന് പറയാറുള്ളത്. ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണെങ്കിലും അൺഡ്യൂ ഇൻഫ്ലുവൻസ് മീൻസ് യൂസിങ് വൺസ് ഡൊമിനന്റ് പൊസിഷൻ or power unfairly to obtain the consent of another person. അതായത് undue influence means one's dominant position or power. ഒരാളുടെ ഒരു പൊസിഷൻ, ഒരു പവർ, ഇപ്പൊ ഒരു ഡോക്ടർ, അദ്ദേഹത്തിന് ഡോക്ടർ എന്നുള്ള ഒരു പവർ അല്ലെങ്കിൽ പൊസിഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അത് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു പൊസിഷൻ മിസ്യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസസ് ആയിട്ട് പറയുന്നത്. അപ്പൊ അതിന്റെ ഡിഫറൻസ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഡിഫറൻസ് ആയിട്ട് പറയുന്നത്, ഇപ്പൊ ബേസിസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കൊയേഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസസ് ആണ്. റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ എന്താണ്, കൊയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ പാർട്ടീസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങൾ നെസസറി അല്ല. ചിലപ്പോൾ നമുക്ക് അറിയാത്ത ആളുകളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയാ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു പാർട്ടീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാര്യങ്ങൾ അവിടെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നില്ല. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, there must be a relationship where one party dominate the will of the other ആണ്. അവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഡോക്ടർ ആൻഡ് പേഷ്യന്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിലേഷൻഷിപ്പ് ആണ് അല്ലെ, ഡോക്ടർ ആൻഡ് പേഷ്യന്റ് എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ ആ ഒരു ഡോക്ടർ എന്ത് ചെയ്യാണ്, ആ ഒരു പേഷ്യന്റിനെ അവിടെ ഡോമിനേറ്റ് ചെയ്യാണ്. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, അൺഡ്യൂ ഇൻഫ്ലുവൻസസിൽ പറയുന്നുണ്ട്. ദെൻ നേച്ചർ ഓഫ് പ്രഷർ ആണ്. അതായത് കൺസെന്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ത്രെറ്റനിങ് ഓർ കമ്മിറ്റിംഗ് ആൻ അൺലോഫുൾ ആക്ട് ആണ്. അപ്പൊ കൊയേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ത്രെറ്റൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു അൺലോഫുൾ ആയിട്ടുള്ള ആക്ടുകൾ കമ്മിറ്റ് ചെയ്തിട്ടോ ആയിരിക്കും ആ ഒരു കൺസെന്റ് നമ്മൾ വാങ്ങുന്നുണ്ടായിരിക്കും. അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൺസെന്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡോമിനേറ്റിംഗ് ദ വിൽ ഓഫ് ദി അതർ പേഴ്സൺ ആണ്. അതായത് ആ ഒരു പവർ യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം, ആ ഒരു കൺസെന്റ് വാങ്ങുന്നുണ്ടായിരിക്കാം. ദെൻ നെക്സ്റ്റ് പറയുന്നത് മീൻസ് യൂസ്ഡ് ആണ്. അതായത് കൊയേഷനിൽ അവിടെ നമുക്ക് എന്താണ് ഫിസിക്കൽ ഫോഴ്സ് കാര്യങ്ങൾ, ത്രെറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണെങ്കിൽ അവിടെ എന്താണ് മോറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മെന്റൽ ആയിട്ടുള്ള ഇമോഷണൽ പ്രഷേഴ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ഒരാളുടെ കൺസെന്റ് അവിടെ വാങ്ങാം. ദെൻ സോഴ്സ് ഓഫ് ത്രെറ്റ് പറയുന്നുണ്ട്. അതായത് ഇപ്പൊ എന്തെങ്കിലും കൊയേഷൻ ആവുന്ന സമയത്ത് നമുക്ക് എന്താണ് ഈവൻ സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്തുനിന്ന് പോലും നമുക്ക് ആ ഒരു ഭീഷണി കാര്യങ്ങൾ വരാം അല്ലെ. പ്രഷർ എന്ന് പറയുന്നത് എന്താണ്,
pressure is exerted by the other party to the contract who is in a dominant position. ഇപ്പോൾ ഒരു ഡൊമിനന്റ് പൊസിഷനിൽ നിൽക്കുന്ന ആളുടെ അടുത്ത് നിന്നായിരിക്കും നമുക്ക് ആ ഒരു പ്രഷർ കാര്യങ്ങൾ വരുന്നുണ്ടായിരിക്കും അല്ലെ. ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് ബെനഫിറ്റ്സ് പറയുന്നുണ്ട്. കൊയേഷൻ ആണെങ്കിൽ എന്താണ്, ഇഫ് ദ കോൺട്രാക്ട് ഈസ് ക്യാൻസൽഡ് ബെനഫിറ്റ് റിസീവ്ഡ് മസ്റ്റ് ബി റിട്ടേൺ. അപ്പൊ ആ ഒരു കോൺട്രാക്ട് നമ്മൾ കൊയേഷൻ ആണ് എന്നതിലൂടെ നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അവിടെ കിട്ടിയിട്ടുള്ള ബെനഫിറ്റ്സ് കാര്യങ്ങൾ മസ്റ്റ് ആയിട്ടും റിട്ടേൺ ചെയ്യണം. ആൻഡ് സെയിം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അൺഡ്യൂ ഇൻഫ്ലുവൻസസിലും പറയുന്നുണ്ട് എന്താണ്, ദ കോഡ് മേ ക്യാൻസൽ ദി കോൺട്രാക്ട് ആൻഡ് ഓർഡർ ദി റിട്ടേൺ ഓഫ് ദി ബെനഫിറ്റ് ഓൺ സ്യൂട്ടബിൾ ടേംസ് ആണ്. അപ്പൊ കോടതി എന്ത് ചെയ്യാണ്, ആ ഒരു കോൺട്രാക്ട്സ് കാര്യങ്ങൾ ക്യാൻസൽ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അവിടെ കിട്ടിയിട്ടുള്ള ബെനഫിറ്റ്സ് കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം, മസ്റ്റ് ആയിട്ടും റിട്ടേൺ ചെയ്തിരിക്കണം. ഓക്കെ, ആൻഡ് ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കൊയേഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ റിലേഷൻഷിപ്പ് എന്താണ്, നേച്ചർ ഓഫ് പ്രഷർ, മീൻസ് യൂസ്ഡ്, അതുപോലെ തന്നെ സോഴ്സ് ഓഫ് ത്രെറ്റ്, റിസ്റ്റോറേഷൻ ഓഫ് ബെനഫിറ്റ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഇനി നെക്സ്റ്റ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് എക്സ്പ്ലെയിൻ ദി ടേം consideration and discuss the exemption to the rule no consideration no contracts ആണ്. എന്താണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്? അപ്പൊ നമ്മൾ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അവിടെ ഒരു സംതിങ് ഇൻ റിട്ടേൺ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ആണ്, ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ളത്. അപ്പൊ കൺസിഡറേഷൻ മീൻസ് സംതിങ് ഗിവൻ ഇൻ റിട്ടേൺ എന്നുള്ളതാണ്. ഇപ്പൊ രണ്ടുപേരും ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും റിട്ടേൺ ആയിട്ട് രണ്ടുപേർക്കും അവിടെ കിട്ടുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയാറുള്ളത്. ആൻഡ് ഇറ്റ് മേ ബി ആക്ട്, പ്രോമിസ് ഓർ റിഫ്രെയിനിങ് ഫ്രം ഡൂയിങ് സംതിങ് ആസ് എ റിക്വസ്റ്റ് ഓഫ് ദി പ്രോമിസർ. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നുണ്ട്, എ അഗ്രീഡ് ടു സെൽ ഹിസ് ബൈക്ക് ബി ഫോർ 50,000. അപ്പൊ ബൈക്ക് എന്ന് പറയുന്നത് എന്താണ്, ബിക്കുള്ള ഒരു കൺസിഡറേഷൻ ആണ്, ആൻഡ് 50,000 എന്ന് പറയുന്നത് എക്കുള്ള കൺസിഡറേഷൻ ആണ്. അപ്പൊ രണ്ടുപേർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിട്ടേൺ അവിടെ കിട്ടുന്നു. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺസിഡറേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നോർമലി ചില സിറ്റുവേഷൻസിൽ നമുക്ക് എന്താണ്, ആ ഒരു കൺസിഡറേഷൻസ് കാര്യങ്ങളൊന്നും അവിടെ നോക്കാറില്ല. അതായത് എഗ്രിമെന്റ്സ് വിത്തൗട്ട് കൺസിഡറേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അത് വോയിഡ് ആണ്. യൂഷ്വലി കൺസിഡറേഷൻ ഇല്ലാത്ത എഗ്രിമെന്റ് എന്ന് പറയുന്ന വോയിഡ് ആണ്. പക്ഷെ സെക്ഷൻ 55 പ്രകാരം ചില എക്സംഷൻസ് കാര്യങ്ങൾ ചില കേസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഏതൊക്കെയാണ്, നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻസ് ആണ്. അതായത് നമ്മൾ എന്താണ്, നമ്മൾ ക്ലോസ് റിലേറ്റീവ്സ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടോ ഒക്കെ നമ്മുടെ ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ അഫെക്ഷന്റെ പുറത്ത് നമ്മളൊരു എഗ്രിമെന്റ്സ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്, കമ്പൽസറി ആയിട്ട് പറയുന്നില്ല. അപ്പൊ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിലും ആ ഒരു കോൺട്രാക്റ്റിനെ നമുക്ക് എന്താണ്, വാലിഡ് ആയിട്ട് പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റ് വോളണ്ടറി സർവീസസ് ആണ്. അതായത് ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ ആക്ടിന് ഇന്ന് പേയ്മെന്റ്സ് അല്ലെങ്കിൽ കൺസിഡറേഷൻസ് കൊടുക്കാം എന്നുള്ളത് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രോമിസ് മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്തിരിക്കണം, അവിടെ കൊടുത്തിരിക്കണം അല്ലെ. എ പ്രോമിസ് ടു പേ സം ഹു ഹാസ് ഓൾറെഡി വോളണ്ടറി ഡൺ എ സർവീസ് ഫോർ ദ പ്രോമിസർ ഈസ് വാലിഡ്. ആൻസർ, എ ഫൈൻഡ് ബി ഈസ് ലോസ്റ്റ് ടു വാലിഡ്, ലേറ്റർ ബി പ്രോമിസ് ടു പേ 1000 rupees, ദിസ് പ്രോമിസ് ഈസ് വാലിഡ്. അപ്പൊ എക്ക് എന്ത് കിട്ടി, എ ഫൈൻഡ് ബി ഈസ് ലോസ്റ്റ് ടു വാലിഡ്. ബിയുടെ ഒരു കളഞ്ഞു പോയ വാലറ്റ് എ കണ്ടെത്താണ്. അപ്പൊ ബി ഓൾറെഡി പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടെത്തി തരുന്ന ആൾക്ക് 1000 രൂപ കൊടുക്കാനുള്ളത്. അപ്പൊ ബി എന്ത് ചെയ്യുന്നുണ്ട്, എക്ക് അവിടെ 1000 രൂപ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ തിരിച്ച് മേ ബി ആ ഒരു കൺസിഡറേഷൻ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി അത്തരം സർവീസസുകൾ അല്ലെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വാലിഡ് കോൺട്രാക്റ്റുകളായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതാണ് പാസ്റ്റ് വോളണ്ടറി സർവീസസ് ആയിട്ട് പറയുന്നത്. ദെൻ പ്രോമിസ് ടു പേ ടൈം ബാരൽ ഡെപ്റ്റ് ആണ്. അതായത് ഈ റിട്ടൺ ആൻഡ് സൈൻഡ് പ്രോമിസ് ടു പേ ഡെപ്റ്റ് ഹൂസ് ലീഗൽ റിക്കവറി പീരീഡ് ഹാസ് എക്സ്പയർഡ് ഈസ് വാലിഡ്. അപ്പോൾ നമ്മളൊരു ഡെപ്റ്റ് കാര്യങ്ങളൊക്കെ റീപേ ചെയ്യാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ, ഒരു ഫ്യൂച്ചർ പീരീഡ് ആയിരിക്കും. അപ്പൊ ആ ഒരു പീരീഡ് എക്സ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കൺസിഡറേഷൻസ് കാര്യങ്ങൾ കൊടുക്കുന്നതെങ്കിലും അതെന്താണ്, ഒരു വാലിഡ് ആയിട്ടായിരിക്കും അതിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ എക്സാമ്പിൾ പറയുന്നുണ്ട്, എ റൈറ്റ്സ് ആൻഡ് സൈൻ എ പ്രോമിസ് ടു റീപേ ആൻ ഓൾഡ് ഡെപ്റ്റ് ദാറ്റ് ഈസ് ടൈം വാലിഡ് ആണ്. ഇപ്പൊ ഓൾഡ് ഡെപ്റ്റ് ആണ്, അതെന്ത് ചെയ്യുന്നുണ്ട്, അവിടെ റീപേ ചെയ്യാം എന്നുള്ളത് പ്രോമിസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ആയിട്ട് പറയുന്നുണ്ട്. ദെൻ കംപ്ലീറ്റഡ് ഗിഫ്റ്റ് ആണ്. And the rule of consideration does not apply to gifts that have already been given and accepted.
ഓൾറെഡി നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത്തരം കേസസിലും നമുക്ക് ഇപ്പൊ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കില്ല ഇങ്ങോട്ട് കിട്ടുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കൂടി നമ്മൾ അതിനെ ഒരു വാലിഡ് ആയുള്ള ഒരു കോൺട്രാക്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട്. ദെൻ ഏജൻസി ആണ്. നോ കൺസിഡറേഷൻ ഈസ് റിക്വയർഡ് ടു ക്രിയേറ്റ് ആൻ ഏജൻസി റിലേഷൻഷിപ്പ്. അപ്പൊ ഒരു ഏജൻസി റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് അവിടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ദെൻ ചാരിറ്റി ആണ്. അപ്പൊ നമ്മൾ ഡൊണേറ്റ് ചെയ്യാറുണ്ട്, എമൗണ്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഡൊണേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതും എന്താണ് നമ്മൾ ഇങ്ങോട്ട് എന്തെങ്കിലും തിരിച്ചു കിട്ടുന്നുള്ള എക്സ്പെക്ടേഷനോട് കൂടിയിട്ടാണ് നമ്മൾ ഡൊണേഷൻസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത് അല്ല. അപ്പൊ ആ ഒരു ചാരിറ്റിയുടെ കേസിലും നമ്മൾ എന്താണ് ഇങ്ങനെ എമൗണ്ട് കാര്യങ്ങൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൂടി അതെന്ത് ചെയ്യുന്നുണ്ട്, അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ആണ്. ഇനി കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കൂടി അതൊരു വാലിഡ് കോൺട്രാക്ട് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാറുള്ളത്. അപ്പൊ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺട്രാക്ട്സിൽ പാർട്ടീസിന് കിട്ടുന്ന സംതിങ് ഇൻ റിട്ടേൺ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയാറുള്ളത്. അപ്പോൾ കൺസിഡറേഷൻ ഇല്ലാത്ത ഒരു കോൺട്രാക്ട് നമ്മൾ വാലിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാറില്ല. പക്ഷെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ എന്താണ് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കൂടി അതിനെ വാലിഡ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാറുണ്ട്. അതാണ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ, പാസ്റ്റ് വോളണ്ടറി സർവീസസ്, പ്രോമിസ് ടു പേ, ടൈം ബാരിഡ് ഡെപ്റ്റ്, അതുപോലെ തന്നെ ഏജൻസി, ചാരിറ്റി. ഇത്തരം സിറ്റുവേഷൻസിലൊന്നും കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്ട് ആയിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ,